ശൂദ്രപണിക്കർ അല്ലെങ്കിൽ ശ്രീജിത്ത് പണിക്കർ, ഡ്യൂപ്ലിക്കേറ്റ് നിഷ്പക്ഷവാദി എന്നൊക്കെ പറയുന്ന ടി വി ചാനൽ ചർച്ചകളിലൊക്കെ നിറഞ്ഞു നിന്ന് സംഘികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആ വ്യക്തിയുടെ ഒരു വോയിസ് ഞാൻ ആദ്യം ഒന്ന് കേൾപ്പിക്കാം. നിലപാടുകൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇദ്ദേഹം ആരോപണ വിധേയനായിരിക്കുമ്പോൾ ഒരു റേപ്പ് കേസിൽ ഉൾപ്പെടെ പ്രതിയായിരിക്കുന്ന സമയത്ത് ദിലീപിനെ വെച്ചിട്ട് ഫെഫ്റ്റയുടെ ചെയറിലിരിക്കുന്നയാൾ സിനിമ ചെയ്യുന്നു. ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു ആരോപണമാണ്. അതേപോലെ അദ്ദേഹം തിരിച്ച് ഈ സംഘടനയിലേക്ക് ഇനി വരാൻ, ഈ കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനായപ്പോൾ വരാനായിട്ടുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഇരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് രാജിവെക്കുന്നു. ഞാൻ പറയുന്നത്, ഭാഗ്യലക്ഷ്മി ചേച്ചി നമ്മുടെ നാട്ടിൽ ഒന്നിലധികം, രണ്ടോ അതിലധികമോ, കറക്റ്റ് കണക്ക് എനിക്കറിയില്ല, ബലാത്സംഗ കേസുകളിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളാണ് വേടൻ. ഈ വേടൻ ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചലച്ചിത്ര പുരസ്കാരം കൊടുത്തു. ഏറ്റവും മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം കൊടുത്തു. അതിന്റെ അന്തിമ ജൂറിയിലെ അംഗമാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി. അപ്പൊ സെലക്റ്റീവായിട്ട് നമുക്ക് ദിലീപിനെതിരെ മാത്രം എടുക്കാമോ? വേടനെതിരെ വരുന്ന സമയത്ത് നമുക്ക് പ്രശ്നമല്ലേ? ഭാഗ്യലക്ഷ്മി ചേച്ചി ഏതെങ്കിലും ഘട്ടത്തിൽ രാജി മുഴക്കിയതായിട്ടോ രാജ്യഭീഷണി മുഴക്കിയതായിട്ടോ രാജിവെച്ചതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നമ്മളിത് സെലക്റ്റീവ് ആകാൻ പാടില്ല എന്നുള്ളതാണ്. എനിക്ക് ഇങ്ങനെയുള്ള കേസുകളിലെല്ലാം ഒരു നിലപാട് മാത്രമേ ഉള്ളൂ. ഈ കേൾക്കുന്ന ഞാന് ദലിത് എന്ന് പറയുന്ന മോർച്ചറിക്ക് ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്താണ് ഈ പറയുന്നത്. ദലിത് മോർച്ചറിക്ക് പുറമേ ഉള്ളവർ കേൾക്കാൻ വേണ്ടിയല്ല. ഇപ്പൊ ഈ നിഷ്പക്ഷവാദി പറയുന്നത് എന്ത് പറഞ്ഞാലും, ഇപ്പോ ഒരു പക്ഷേ ഇടുക്കി ഡാം പൊട്ടാൻ പോയാൽ പോലും അതിന്റെ കാരണം ഇവന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവ അന്നേരം പറയും വേടൻ അതിന്റെ ഉത്തരവാദിത്വം പറയും. യാതൊരു സംശയമില്ല. ആ രീതിയിലാണ് ഇവന്റെ ഇപ്പോഴത്തെ പോക്ക്. ഈ ലോകത്ത് എന്ത് നടന്നാലും അത് വെച്ച് താരതമ്യം ചെയ്യുന്നത് വേടനെയാണ്. എന്ത് വിഷയം വന്നാലും ഇപ്പൊ വേടൻ വഴിയെ പോകുന്ന ആരെ കയറി പിടിപ്പിച്ച കണക്ക ഇവന്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ വേടൻ ഒപ്പം നിൽക്കുന്ന സഹപ്രവർത്തകരെ ഒരു വണ്ടിക്കകത്ത് കയറ്റി ഒരു 5-6 പേരെയും കൂടെ വേടൻ വണ്ടിക്കകത്ത് കയറ്റിയിട്ട് അവന്റെ കൂടെയുള്ള തന്നെ അവന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ പോയി പീഡിപ്പിച്ചിട്ട് ആ വീഡിയോ ചിത്രീകരിച്ച അതേ ലെവലിൽ വെച്ചാണ് വേടനെ താരതമ്യം ചെയ്യുന്നത്. ഇവന്റെ തൊലിക്കെട്ടി ഒന്ന് സംഭവിച്ചു നോക്കിയേ. എങ്ങനെ ഇവനെ ഈ ടി വി ചാനലിനകത്ത് ചർച്ചയിൽ ഇവരൊക്കെ വിളിക്കുന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. മനുഷ്യന് അല്ല, ഇത് കുറ്റം മറ്റു കാര്യമല്ല. ഇവൻ ഈ പറയുന്നത് മുഴുവൻ ദളിത് മോർച്ചറിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്. കൈയടിക്കാനും അവനെ പിടിച്ച് ഉമ്മ വയ്ക്കാനും അവനെ തലയിൽ പൊക്കിക്കൊണ്ട് നടക്കുന്നതിന്. എന്നിട്ട് ജയ് വിളിയൊക്കെ ഉണ്ട്. ഇപ്പം ജയ് ശ്രീറാം വിളിക്കുന്നതിന് പറയുമ്പോൾ ജയ് പണിക്കർ ജയ് പണിക്കർ എന്ന ആ രീതിയിലായിട്ടുണ്ട്. ഇപ്പൊ ഇവൻ പറയുന്നത് എന്താണ്? നമുക്ക് ഇതിന്റെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം മുൻകൂർ ജാമ്യമാണ് വേണമെന്ന് നമുക്ക് നമ്മുടെ സഹോദരന് കിട്ടിയിരിക്കുന്നത്. അപ്പം വേടന് ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന ഉത്തരവെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് സുപ്രീം കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഉഭയസമ്മത പ്രകാരമുള്ള ഒരു ബന്ധത്തിലും പിന്നീട് അതൊരു ബലാത്സംഗ കേസോ അല്ലെങ്കിൽ ഒരു പീഡന കേസോ ആയിട്ട് വരാനുള്ള അത് കേസായിട്ട് പരിഗണിക്കാൻ പറ്റത്തില്ല. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിന്റെ ഫുൾ ഡീറ്റെയിൽ ഈ ദലിത് മോർച്ചറിയിൽ നിൽക്കുന്ന, ഇനി ഇപ്പൊ ഈ വേടനെ ഇത്രമാത്രം കിടന്ന് കൊല്ലാനുള്ള ആർത്തിയിൽ നിൽക്കുകയാണല്ലോ ദലിത് മോർച്ചറി. കയ്യിലൊക്കെ കുറെ ചരടൊക്കെ വാരി കെട്ടി ഇങ്ങനെ നടക്കുകയാണ്. എന്ത് പറഞ്ഞാലും ശ്രീജിത്ത് പണിക്കർ എന്താണ് പറയുന്നത്? ഹാർബിക് ഹസനോ തിരുവോരത്തോ ഇവൻ പറയുന്നത് എന്താണ്? ഇവർക്കുള്ള വാക്യങ്ങൾ വേദവാക്യം എന്നുള്ള രീതിയിൽ തലയെ ചുമന്നുകൊണ്ട് ഇങ്ങനെ നടക്കുക, ഞെളിഞ്ഞു പിരിഞ്ഞ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരവിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വായിക്കും. ഇത് എന്തുകൊണ്ടാണ് വേടന് ജാമ്യം കിട്ടിയത്, അതിന്റെ കാരണം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സുപ്രീം കോടതിയിൽ വന്ന ഒരു കേസിന്റെ അടിസ്ഥാനത്തിലാണ് ബോംബെ ഹൈക്കോടതിയുടെ മുമ്പിലാണ് ഈ കേസ് വരുന്നത്. ബോംബെ ഹൈക്കോടതിയുടെ 28/6/2024 ഉത്തരവ് പ്രകാരം ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഈ ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള കേസ് ഇനി പരിഗണിക്കാൻ പാടില്ല എന്നുള്ളൊരു ഉത്തരവാണ് വരുന്നത്. 31/7/2023 ഈ ബോംബെ ഹൈക്കോടതിയിലേക്ക് കേസ് വരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ വസ്തുതകളാണ് ഇതിനകത്ത് സുപ്രീം കോടതി പറയുന്നതെന്ന് പറഞ്ഞാൽ, IPC സെക്ഷൻ 376 2N 377 504 506 പ്രകാരം സത്താറയിലെ കരാട് താലൂക്ക് പോലീസ് സ്റ്റേഷനിൽ 31/7/2023 അവിടെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു, FIR രജിസ്റ്റർ ചെയ്തു. 8/6/2022 8/7/2023 ഇടയിൽ വിവാഹ വാഗ്ദാനം നൽകി അപ്പീൽകാരി, അതായത് ഈ കേസ് കൊടുത്തിരിക്കുന്ന ആ സ്ത്രീയെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു യുവാവ് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അവർ മുമ്പ് വിവാഹിതയായിരുന്നു. അവർക്ക് 4 വയസ്സുള്ള മകനോടൊപ്പമാണ് അവർ താമസിച്ചിരുന്നത്. അപ്പീൽ നൽകിയ ആൾ 23 വയസ്സുള്ള BSc വിദ്യാർത്ഥിയായിരുന്നു. സാധാരണ കുടുംബമാണ്. അച്ഛൻ കൃഷിപ്പണിയാണ് ജോലി. അടുത്ത വീട്ടിലെ വാടകക്കാരനായിട്ട് താമസിക്കുന്നു. അവർ ഈ സ്ത്രീയുടെ വീടിന് തന്നെ ചേർന്നുള്ള ഒരു വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. വാടകയ്ക്ക് വന്ന് താമസിക്കുകയാണ്. അപ്പൊ ഇവരെ എങ്ങനെയോ അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ എന്തൊക്കെയോ ബന്ധങ്ങളും ശാരീരിക ബന്ധമായാലും മാനസികപരമായിട്ടൊക്കെ ഇവർ അടുത്തു. 2022 ജൂലൈ
2022 സെപ്റ്റംബർ 2023 ജനുവരി മാസങ്ങളിൽ വിവിധ സ്വകാര്യ സ്ഥലങ്ങളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായി ആരോപിക്കുന്നു. ഇവർ 3-4 ഇടങ്ങളിൽ പോയി ഇവരുടെ ഇഷ്ടപ്രകാരമാണ് അത് പീഡിക്കും. അതായത് 1, 2, 3, 4, 5 പ്രാവശ്യം ആകുമ്പോഴത്തേക്കും ദളിത് മോർച്ചറിയിലുള്ള ആൾക്കാർക്ക് അതൊക്കെ പീഡനമാണ്. പക്ഷേ തലയ്ക്ക് ഓളമുള്ള ഏതൊരാൾക്ക് മനസ്സിലാവും അത് പീഡനമല്ല, അവർ തമ്മിൽ ഇഷ്ടത്തിലായിരിക്കുന്നത് കൊണ്ടാണ്, അവർ തമ്മിൽ മാനസികമായിട്ട് അടുത്തിരിക്കുന്നത് കൊണ്ടാണ് അവർ ആ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത്. അപ്പീൽക്കാരൻ പണം കടം വാങ്ങി പരാതിക്കാരന്റെ കാർ ഉപയോഗിച്ചു എന്നാണ് ആരോപണം. അടുത്ത ഒരു ആരോപണം എന്ന് പറയുന്നത് പരാതി കൊടുത്തിരിക്കുന്ന സ്ത്രീയുടെ അവരുടെ കാർ വാങ്ങി അത് ഉപയോഗിച്ചിട്ടുമുണ്ടെന്ന് പറയുന്നുണ്ട്. 8/7/2023 അവൾ അവന്റെ ജന്മനാട് സന്ദർശിച്ചു. അവിടെ അവന്റെ വീട്ടുകാർ വിവാഹ അഭ്യർത്ഥന നിരസിച്ചു. അതായത് ഇവർ കല്യാണം കഴിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചിട്ടുണ്ടോ, അത് കറക്റ്റായിട്ട് നമുക്കറിയില്ല. എങ്കിൽ തന്നെയും ഇവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, ഇവർ ഭർത്താവില്ല, കുഞ്ഞുമായിട്ട് താമസിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ ഒരു പയ്യനായിട്ട് അടുക്കുന്നു, ഈ വിവാഹ അഭ്യർത്ഥന നടത്തിയെന്നാണ് പറയുന്നത്. ശേഷം ഈ വാടകയ്ക്ക് താമസിക്കുന്ന അവരുടെ ആ വ്യക്തി അവന്റെ സ്വന്തം വീട്ടിലേക്ക് പോവാണ്. അവിടെ ചെന്ന് വിവാഹ അഭ്യർത്ഥന നടത്തി അതിന്റെ പേരിൽ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പയ്യന്റെ വീട്ടുകാരെടുത്ത് സംസാരിക്കുന്നു. അവർ സമ്മതിക്കുന്നില്ല. അതിനുശേഷമാണ് ഇവർ കേസിന് പോകുന്നത്. ഇത് ബോംബെ ഹൈക്കോടതിയിലാണ് വരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി എന്നുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഈ കേസ് റദ്ദാക്കുകയാണ് ചെയ്തത്. ഇതേ സെയിം അവസ്ഥ തന്നെയാണ് ബോംബെയിൽ നിന്നുള്ള ഈ ഒരു പ്രശ്നം അതേ കാര്യത്തിൽ തന്നെയാണ് വേടന്റെ വിഷയത്തിൽ വന്നിരിക്കുന്നത്. അതായത് സ്നേഹിച്ചിരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ബന്ധങ്ങളാണ് അതിനുശേഷം തെറ്റിപ്പിരിക്കുകയോ അല്ലെങ്കിൽ അവർ ഇപ്പോൾ കേരളത്തിലെ ഇന്ത്യയിലെ നല്ല കോടിക്കണക്കിന് ആൾക്കാർ പ്രണയിക്കുന്നുണ്ട്. അതെങ്ങനെ തെറ്റിപ്പോകുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ പ്രണയങ്ങളും വിവാഹത്തിലേക്ക് തന്നെ പോകുന്നതെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ കുടുംബങ്ങളുടെ പ്രേരണയാൽ ചിലപ്പം ബന്ധം വേർപെട്ട് പോകാം, അല്ലെങ്കിൽ ആണും പെണ്ണും തമ്മിലുള്ള എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വഴി പിരിഞ്ഞു പോകാം. അങ്ങനെയൊക്കെ പല രീതിയിലാണല്ലോ. ഇപ്പം നമുക്കിപ്പോൾ ഒരു പെണ്ണും ആണും കൂടെ നടന്നു പോകുന്ന സമയത്ത് നമുക്ക് ഇവരെ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇത് ശരിയല്ല, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്, അങ്ങനെയുള്ള ഒരു റൈറ്റ്സും നമുക്കില്ല. ഒരു പെണ്ണും ആണും തമ്മിൽ നടന്നു പോകുമ്പോഴോ അവർ തമ്മിലുള്ള യാതൊരുവിധ ഇടപെടലിലും നമുക്ക് ആർക്കും അതിനകത്ത് ഇടപെടാനുള്ള അധികാരമില്ല. അതുപോലെ തന്നെയാണ് കോടതിയും കണ്ടെത്തിയിരിക്കുന്നത്. അവർ സ്വന്തം ഇഷ്ടപ്രകാരം പ്രണയിക്കുകയും അവർ സ്വന്തം ഇഷ്ടപ്രകാരം എവിടെയെങ്കിലും പോവുകയോ വരികയോ ഏതെങ്കിലും റൂം എടുക്കുകയോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സന്തോഷം പങ്കിടുമ്പോൾ അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ആ സ്ത്രീക്കും പുരുഷനും തന്നെയാണെന്നാണ് കോടതി പറയുന്നത് പോലും. അപ്പോൾ ഈ ഒരു പീഡനം അല്ലാതിരിക്കെ തന്നെ പിന്നീട് തെറ്റിപ്പിരിച്ചു പോകുമ്പോൾ പീഡനം എന്ന് പറഞ്ഞ് വരികയും അതിന്റെ പേരിൽ ഒരു കാരണവശാലും കേസെടുക്കാൻ പറ്റത്തില്ല. അതിന് വേടന് കൃത്യമായിട്ട് മുൻകൂർ ജാമ്യം കിട്ടുകയും ചെയ്തു. ഈ ഒരു വിഷയമാണ് നമ്മുടെ നിഷ്പക്ഷനായ ശൂദ്രരുടെ ശൂദ്രയുടെ ഒരു മൈക്കാടുകാരൻ എന്ന് പറയുന്ന രീതിയിൽ ശൂദ്രയുടെ ഭംഗി അല്ലെങ്കിൽ RSSന്റെ ഭംഗി, സംഘപരിവാരത്തിന്റെ ഓമനപുത്രൻ, ഈ ചാനൽ ചർച്ചകളിലെല്ലാം ഏതൊരു വിഷയം വന്നാലും താരതമ്യം ചെയ്യുന്നത് നമ്മുടെ സഹോദരൻ വേടനെ പറ്റിയാണ്. ഇനിയിപ്പോ വീടിന്റെ അടുത്ത് ഇവന്റെ റേഷൻ കാർഡിനകത്ത് എന്തെങ്കിലും തിരുത്തു വരുത്തിയുണ്ടെന്ന് അറിയത്തില്ല. ഇനിയിപ്പോ വോട്ടർ ലിസ്റ്റ് ഒക്കെ നടക്കുകയാണ്. അപ്പൊ വോട്ടർ ലിസ്റ്റ് ഒക്കെ ഇനി പരിശോധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ കൊടുക്കുന്ന സമയത്ത് ഇനി അച്ഛന്റെ പേര് ചോദിക്കുമ്പോൾ ഇനി വേടന്റെ പേരെങ്ങടാന്ന് ഇനി പറയുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. എന്തായാലും ആ അവസ്ഥയിലാണ് കേരളത്തിലെ ദളിത് മോർച്ചറിക്കാരുടെ അവസ്ഥയല്ല. അപ്പൊ ദളിത് മോർച്ചറിക്കാരെ അറിയേണ്ട അവസ്ഥ ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ നിന്ന് ചാടാതിരിക്കാൻ ഏത് സമയവും വേടനെ ഓർത്തുകൊണ്ട് നടക്കാതിരിക്കുക.